മണി പ്ലാന്റിൻ്റെ അകത്തൊരു കിളിക്കൂട് നമുക്ക് കണ്ടാലോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. കുറേയായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ മണി പ്ലാന്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ചെടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ധൃതിയിലായിരിക്കും എല്ലാ ചെടികളിലും നമ്മളിങ്ങനെ വേഗം ഓസിനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ അകത്തൊരു കൂടിയിരിക്കണം. അതിനുശേഷം പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നനയ്ക്കും. ഇത് നനയ്ക്കില്ല. ഇത് 2-3 ദിവസമൊക്കെ ഇടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഭയങ്കര ചൂടാണ്. വെയിലായതുകൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ അതിൻ്റെ ഈ വള്ളികളെല്ലാം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറക്കി വെച്ച് ഇപ്പോൾ താഴെ ഇങ്ങനെ തൂങ്ങിയൊരു സർക്കിളായിട്ടൊരു സ്പേസ് ഈ ചെടിച്ചട്ടിയുടെ താഴെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിളിക്ക് ഭയങ്കര ഉപകാരമായി അവിടെ ഒരു കൂട് ഒരുക്കാനായിട്ട്. ഇവിടെയൊക്കെയാണ് നിറയെ ഉപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പൻ ഇതുപോലെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ എടുത്തിട്ട് പോകും. പക്ഷെ ഇതിൻ്റെ അകത്തായതുകൊണ്ട് നല്ല സേഫായിട്ടാണ് ഇരിക്കുന്നത്. കിളിക്ക് നല്ല സേഫായിട്ട് വെയിലധികം ഒന്നും അടിക്കാണ്ടും നല്ല തണവും എല്ലാം ആയിട്ട് നല്ലൊരു ആവാസ വ്യവസ്ഥ ശരിക്കും ആ കിളിക്ക് അതിൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്വപ്നം കണ്ട് നമ്മൾ നല്ലൊരു വീടൊരുക്കുന്നത് പോലെ ഈ കിളിയും അവിടെ നിന്നൊക്കെ കമ്പും നാരുകളും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഫോം ചെയ്യണത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ ഞാനത് കണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെടി വെള്ളം ഒഴിച്ചിട്ട് അവരുടെ കുഞ്ഞിനൊന്നും സംഭവിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അന്ന് ആ കൂട് നശിപ്പിച്ചു കളഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷെ കിളി വീണ്ടും ഞാനറിയാണ്ട് വീണ്ടും വന്ന് അതിൻ്റെ അകത്തോട്ട് കൂട് കൂട്ടി. പക്ഷെ ഈ കൂട് കൂട്ടിയ സമയത്ത് ഒത്തിരി വലുതായി. കൂട് ഫുള്ള് ഫോമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കോ കേട്ടോ, കിളി ഇങ്ങനെ തനങ്ങണാണോ? ഇങ്ങനെ ഞാൻ കിളീനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് പറഞ്ഞു, ഞാനും ഞെട്ടിപ്പോയി. അപ്പോൾ കിളി ഇല്ലാത്ത സമയത്ത് എനിക്ക് അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ഞാൻ ഫോൺ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ ചെറിയ എന്തോ ഒരു മാംസകഷ്ണം പോലെ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് ആദ്യം മനസ്സിലാവണുണ്ടായിരുന്നില്ല. ഫോൺ കൊണ്ടുവയ്ക്കുമ്പോൾ ശരിക്കും കിളിക്കൊന്നും പറ്റരുതല്ലോ, കുഞ്ഞിനൊന്നും പറ്റരുതല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചാണ് അതിൽ പോയി ഇങ്ങനെ വെച്ചത്. എന്നാലും ചിലപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിളി വരില്ല എന്നൊക്കെ പറയുമല്ലോ. എന്നാൽ അകത്ത് കുഞ്ഞുണ്ടോ മുട്ടയാണോ എന്താണെന്നൊക്കെ അറിയാനൊരു കൗതുകമുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് മുട്ട വിരിഞ്ഞ് കുഞ്ഞായിട്ട് കിടക്കണമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും പിന്നെ ഇനി എൻ്റെ കയ്യിൻ്റെ ടച്ചോ ഫോണിൻ്റെ ടച്ചോ എന്തെങ്കിലും കൊണ്ട് കിളി വരാതിരിക്കുമോ എന്നൊക്കെ ആകെ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ വന്നു. ഓഫീസിൽ നിന്ന് വന്ന വഴി ഞാൻ ആദ്യം പോയി നോക്കിയത് കിളിക്കൂട്ടിലേക്കാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൽ കിളിയുണ്ട്. അപ്പോൾ സന്തോഷമായി. എന്തായാലും എൻ്റെ കൈയോ ഫോണോ ഒന്നും ആ കൂടിൽ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കണ്ടല്ലോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. താങ്ക് യു.